ഓരോ നാടിനും അവരവരുടേതായ ഒരു തനത് ഭക്ഷണ ശൈലി ഉണ്ടാകും, ചില വിഭവങ്ങളും ഉണ്ടാകും. അത് ആ നാടിന്റെ സംസ്കാരം വിളിച്ചറിയിക്കുന്നതാണ്. മലബാറാണ് അത്തരത്തിൽ ഭക്ഷണത്തിന് പേരുകേട്ട ഇടം എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഇപ്പോൾ മലബാർ വിഭവങ്ങൾ ഇങ്ങ് തെക്ക് തിരുവനന്തപുരത്തും സുലഭമാണ്. അനന്തപുരിയെ കീഴടക്കിയ മലബാറി രുചിയെക്കുറിച്ച് റിനു ശ്രീധർ പറയും. മലബാറിന്റെ വിഭവങ്ങൾ കഴിക്കണമെങ്കിൽ അങ്ങ് വടക്കോട്ട് സഞ്ചരിക്കുകയൊന്നും വേണ്ട. ഈ തിരുവനന്തപുരത്ത് തന്നെ സുലഭമാണ്. ഇറാണിപ്പോളയും ഏലാഞ്ചിയും മുട്ട നിറച്ചതും ഫലാഫലുമെല്ലാം തിരുവനന്തപുരത്തുകാരുടെ സ്വന്തമായി കഴിഞ്ഞു. ഇവിടുത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ മെയിൻ അവിൽ മിൽക്കാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അവിൽ മിൽക്ക് ഉണ്ട്, അവിൽ മിൽക്ക് മലബാർ സ്നാക്സ്, അവിൽ മിൽക്കിൽ ഡ്രൈ ഫ്രൂട്ട്, അവിൽ മിൽക്ക് വിത്ത് ഐസ്ക്രീം, അവിൽ മിൽക്ക് സ്മാഷ് ഡീലൈറ്റ്, വാനില, പിസ്ത, അവിൽ മിൽക്കിൻ്റെ കുറേ വെറൈറ്റി ബാറുണ്ട്. അതല്ലാതെ മലബാർ സ്നാക്സിൽ ഉന്നക്കായ, പിന്നെ നമ്മളെ കായ്പോള, ചട്ടിപ്പത്തിരി, ഇറാനിപ്പോള, പിന്നെ കിളിക്കൂട്, മുട്ട നിറച്ചത്, ചട്ടിപ്പത്തിരി, പിന്നെ വേറെ നമ്മളെ ഫലാഫിൽ സാൻഡ്വിച്ച്, ബർഗർ, അങ്ങനെ കുറേ ഐറ്റംസ് മലബാറിൻ്റെ കുറേ ഉണ്ട്. നമ്മൾ വരുന്ന കസ്റ്റമറെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ പറഞ്ഞുവിടുക എന്നതാണ് നമ്മളുടെ പോളിസി. എന്നാൽ നമുക്കൊരു മുഹബത്തും കൂടി അങ്ങോട്ട് കൊടുക്കണം. മലബാർ ഐറ്റംസ് ഇസ് ടു ഗുഡ്. ഇവിടെ വന്നതിൽ എന്താ പറയാ, ഇവിടെ എന്താണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് അങ്ങനത്തെ ഫുഡ്സൊക്കെ. ഇങ്ങനെ സാധനങ്ങളുണ്ട്, ഇലാഞ്ചി, കൈപ്പോള, വെറൈറ്റി പേരാണ് ഇതിന്. അത് തന്നെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. കുറേ മലബാറിന്റെ ഫുഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണെന്നുപോലെ കുറേ ചിക്കൻ റോളും ബ്രെഡ് പോക്കറ്റ് ആണെങ്കിലും സാൻഡ്വിച്ചും റോൾസും എല്ലാതും ഉണ്ട്. പുറത്താണെങ്കിൽ ഇപ്പോൾ ഷവർമ്മയ്ക്ക് മിനിമം ഒരു 80 എങ്കിലും കൊടുക്കണം. ഇവരപ്പം നമുക്ക് അതിൻ്റെ ഒരു മിനി വേർഷൻ ആയിട്ടൊരു റോള് കിട്ടും. അതിനിപ്പം 40 അങ്ങനെയൊക്കെയാണ് വരുന്നത്. തിരുവനന്തപുരത്തുള്ളവർക്ക് ഭക്ഷണത്തിനൊപ്പം കുറച്ച മുഹബത്ത് കൂടി വിളമ്പുകയാണ് മലബാറുകാർ. തിരുവനന്തപുരത്തുള്ളവർക്ക് അത് നന്നേ പിടിച്ചു കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.